ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമേനെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമേനെ നാളെ നമ്മുടെ മെയിൻ്റെനൻസ് അങ്ങനെ വരാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഫുട്ബോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമേനെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലാണ് നമ്മുടെ ഗിവ് അവേ ഉള്ള കോയിൻ ഗിവ് അവേ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും സെറ്റാക്കുന്നത്. അപ്പോൾ മച്ചാമേനെ നിങ്ങൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും കോയിനൊക്കെ കിട്ടട്ടെ. നമ്മൾ ഉറപ്പായിട്ട് കൂട്ടി വരാട്ടോ കോയിൻ ഗിവ് അവേ ഒക്കെ. അപ്പോൾ മച്ചാമേനെ നിങ്ങളായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതിന് ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നാളെ വരാൻ പോണ കുറച്ച് ക്യാമ്പയിൻ, അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾ അത്യാവശ്യം കോയിനും കാര്യങ്ങളൊക്കെ എന്തായാലും സേവ് ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ ആരും പ്ലെയറിനെ ഒന്നും റിലീസ് ചെയ്യേണ്ട. കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫ്രീ എപ്പിക് ഡീലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, നല്ല ഹൈ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത മാസം 10-ാം തീയതിയാണ് നമ്മുടെ മൈനർ ആയിട്ടുള്ള അപ്ഡേറ്റ് വരുന്നത്. അതായത് ഈ മാസം നമുക്ക് കഴിഞ്ഞു പോയ പോലെ തന്നെ ഒരു അപ്ഡേറ്റും കൂടെ വരാനുണ്ട് നിലവിൽ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ പാക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ പറയാൻ പോകണം, നിങ്ങൾക്കറിയാം നാളെ നമ്മുടെ ഓൾറെഡി ഇങ്ങനെ ഒരു ക്ലബ് ഇന്റർനാഷണൽ കപ്പ് പോകാൻ പോകണം. ഇപ്പോൾ ഇനി 20 മണിക്കൂറും കൂടി ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിന് പകരമായിട്ട് പുതിയ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരെണ്ണം ഇറങ്ങാനുണ്ട്. അപ്പോൾ എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കോയിനും ഉണ്ടാവും കുറച്ച്. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് കോയിനൊക്കെ സേവ് ചെയ്ത് വെക്കുക. പിന്നെ അത്യാവശ്യം മാത്രമാണ് ഒരു 100-200 മാത്രം നിങ്ങൾ ഫ്രീ ട്രയൽ എപ്പിക്കിലൊക്കെ ഇട്ടാൽ മതി. അതിൽ കൂടുതൽ ആരും ഇടണ്ട. പിന്നെ ഓൾറെഡി കേസ് എന്താ പറയുക, ഇത് കഴിയുന്നതോടെ തന്നെ നമ്മുടെ ഇറ്റലിയുടെ ഒരു പാക്ക് ഉണ്ട്, മാനേജർ പാക്ക്. അപ്പോൾ ഈ നിലവിൽ ഇറ്റലി പാക്ക് പോയിട്ട് ഒരു മാനേജർ പാക്ക് വരാനുള്ള ഹൈ ചാൻസ് ഉണ്ട്, കാരണം ഈ ഒരു ടൈമിൽ തന്നെ. അപ്പോൾ എന്തായാലും മച്ചാൻ എനിക്ക് ചാൻസ് ഇപ്പോൾ കൂടുതലുള്ള നമ്മുടെ പോർച്ചുഗലിൻ്റെ റോബർട്ടോ മാർട്ടിൻസിൻ്റെ ഒരു 1500 പാക്ക് ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് നോക്കാം ഈ ഒരു പാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോയെന്ന്. കാരണം ഇതൊരു എഡിറ്റഡ് വേർഷൻ ആണ്, പക്ഷേ ഇങ്ങനെ ഒരു കാർഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി കപ്പിൻ്റെ ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മച്ചാൻ നമ്മുടെ കവാനിയുടെ ഒരു പാക്ക് പോവുകയാണ്. ഓൾറെഡി നിങ്ങളാരും എടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഓൾറെഡി ഇതിന് കോയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും കോയിനും മാക്സിമം PvP ഒക്കെ കളിച്ചു വെക്കുക. പുതിയ PvP എന്തായാലും നാളെ വരും, നാഷണൽ ടീംസിൻ്റെ 50 കോയിൻ്റെ. അപ്പം അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഷോർട്ട് ടൈമിന് വരെ മിക്കവാറും ഇനിയിപ്പോൾ ഒരു കൈസ് ഒരു സെലക്ഷൻ കോൺട്രാക്റ്റും കൂടെ ഇവർ വെക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ജൂലൈ എന്താ പറയുക 10-ന് വെക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം മൈനർ അപ്ഡേറ്റിന് അവർ വെക്കുള്ളൂ, അല്ലാണ്ട് അവർ നാളെ വെക്കാൻ വളരെയധികം ചാൻസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ കൈസ് നമുക്ക് നാളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ് കാർഡായി SKയുടെ ഒരു കാർഡ് ഇവിടെ കിടപ്പുണ്ട്. ഇതിനിപ്പോൾ ഓഷിമോൻ്റെ കാർഡായിരുന്നു, ഫ്രീ ട്രൈ ഉണ്ടായിരുന്നു. അപ്പം നിലവിൽ ഇവിടെ ഈ ഒരു കാർഡ് കഴിയുന്നതുകൊണ്ട് തന്നെ നാളെ ഒരു പുതിയ കാർഡ് ഇവിടെ ചാൻസ് ഉണ്ട് വരാനുള്ള. പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി നമ്മുടെ ഇത് തൊട്ടടുത്ത് കിടക്കുന്ന പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ട്, റാഫ സിൽവയുടെ ഒക്കെ. അപ്പോൾ അവിടെയും ഒരു ചാൻസ് ഉണ്ട് നമ്മുടെ കാർഡിന്. നാളെ എന്തായാലും അവിടെ ഒരു കാർഡ് വരാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓഷിമോൻ്റെ കാർഡുകളൊക്കെ നാളെ പോവാണ്. അപ്പം നമ്മുടെ ബിഗ് ടൈം ആയിട്ടുള്ള ഒരു ഓഷിമോനല്ല ബിഗ് ടൈം ആയിട്ടുള്ള ഓഷിമോൻ്റെ കാർഡിന് വരാൻ വേറൊരു കാർഡും കൂടെ എന്തായാലും വരും. നമ്മുടെ കവരസ്കേലിയൊക്കെ പോവാണ്, ഹക്കീമിയൊക്കെ. അതേപോലെ തന്നെ ഗൈസ് ഇവിടെ ഓൾറെഡി നമ്മുടെ മെസ്സിയുടെ ഇന്നലെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ പോർട്ട്വേയിൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുസൈലിയൊക്കെ ഉണ്ടായിരുന്നു. മുസൈലിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒരു കാർഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ മെസ്സിയുടെ കാർഡായിരിക്കും മിക്കവാറും വരാൻ ചാൻസ്. ഇപ്പം യൂറോപ്യൻ ക്ലബ്ബ് സീസൺ ബെസ്റ്റും നാളെ പോകും. കാരണം നാളെ പോയിട്ട് ഇവിടെയൊക്കെ പുതിയ കാർഡുകൾ അനൗൺസ് ചെയ്യും എന്തായാലും. അതുപോലെ വെച്ചാൽ മാച്ച് പാസ് എന്താ വെച്ചാൽ നമ്മുടെ കഴിയുന്ന ഡേറ്റ് നിങ്ങൾക്ക് നോക്കി കാണാം, 10/7/2025. അപ്പം അടുത്ത മാസം 10-ാം തീയതി ആയിരിക്കും, നമ്മുടെ ജൂലൈയിലായിരിക്കും ചെറിയതായിട്ടുള്ള ഒരു മൈനർ അപ്ഡേറ്റ്. ഇനി ഒരു മൈനർ അപ്ഡേറ്റും കൂടി ഉണ്ട്, അതായത് 2 മൈനർ അപ്ഡേറ്റ് ഉണ്ട് മേജർ അപ്ഡേറ്റിന്. അപ്പോൾ എന്തായാലും മിക്കവാറും മച്ചാൻ ഓഗസ്റ്റ് 7-നായിരിക്കും അടുത്ത നമ്മുടെ മൈനർ അപ്ഡേറ്റ്. അതിന് ശേഷമായിരിക്കും മിക്കവാറും നമ്മുടെ സെപ്റ്റംബർ ആ ഒരു ടൈമിലായിരിക്കും മിക്കവാറും ബിഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും എത്ര കോയിനൊക്കെ നിങ്ങൾ സേവ് ചെയ്തതെന്ന്. കുഴപ്പമൊന്നുമില്ല മച്ചാൻ, എന്തായാലും ചെറിയ ക്യാമ്പയിൻ എന്തായാലും അവർ ഇട്ട് തരും. അപ്പോൾ മാക്സിമം നമുക്ക് കോയിൻ സെറ്റാക്കാം. അതേപോലെ തന്നെ കഴിച്ച് നമുക്ക് എന്തായാലും ഇത്രയും പാക്കുകളാണ് ഇപ്പോൾ നിലവിൽ എപ്പിക് പാക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്കുകളൊക്കെ നമ്മുടെ വരും തിങ്കളാഴ്ചയും കാര്യങ്ങളിലൊക്കെ എന്തായാലും ഉറപ്പാണ്, ഷുവറാണ്. അതേപോലെ തന്നെ കഴിയുന്നത് നമുക്ക് നാളെ നമ്മുടെ മെസ്സിയുടെയും കോട്ടോയ്സിൻ്റെയും ഡിമരിയുടെയും ഒക്കെ ഒരു കാർഡ് വരും. ഓൾറെഡി നമ്മുടെ മെസ്സിയുടെ കാർഡോ കോയിനോ ഒന്നും നമുക്ക് തന്നിട്ടില്ല നിലവിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ ഇപ്പോൾ ലോഗിൻ ബോണസ് ആകുമ്പോൾ, പക്ഷെ പറയാൻ പറ്റില്ല, കൊനാമിയാണ് കൈസ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിട്ടുള്ള മെസ്സിയുടെ കാർഡ് തരുമെന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് ഓൾറെഡി കൈസ് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു ബിഗ് ടൈമിൻ്റെ മെസ്സി കാർഡ് കിടപ്പുണ്ട്. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഇവർ ഫ്രീ തരില്ല. കാരണം ഇത്രയും നല്ല കാർഡൊക്കെ കൊനാമി ചാൻസ് പറയാൻ പറ്റില്ല കൈസ്, ചാൻസ് കുറവാണ്. ഇത്ര നല്ല ബിഗ് ടൈം കാർഡൊന്നും ഇവർ തരാൻ ചാൻസ് ഇല്ല. മൊമെൻ്റ് ഡ്രിബ്ലിങ്ങും അതും എനിക്ക് തോന്നുന്നു തരികയാണെങ്കിൽ തന്നെ വല്ല പൈസക്കൊക്കെ ഇവർ വെക്കുള്ളൂ, കോയിനേ വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇത്രയും കാർഡുകളാണ് നമ്മുടെ കോട്ടോയ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡിമരിയൊക്കെ ഉണ്ട് ഓൾറെഡി നമ്മുടെ നാളെ വരാൻ പോകുന്ന പോൾവേ പാക്കിൽ. പിന്നെ കൈസ് ഓൾറെഡി നിങ്ങൾക്കറിയാം മാനേജർ പോകുന്നതുകൊണ്ട് തന്നെ ആന്റോണിയോ കോണ്ടെ ആണോ അതുപോലെ ലൂയിസ് എൻട്രിക്കാണോ, രണ്ടുപേരും 500 കോയിനാണ്. അപ്പോൾ എന്തായാലും ഇത് ഉറപ്പായിട്ടൊരു മാനേജർ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു മാനേജർ പോകുമ്പോൾ ഒരു മാനേജർ ഓൾറെഡി അവരെ വരണ്ടെയാണ്. പിന്നെ അതുപോലെയാണ് വെച്ചാൽ അവർ ഓൾറെഡി ഇത്രയും കാര്യങ്ങളാണ് ഓൾറെഡി നമുക്ക് പറയാനുള്ളത്. പിന്നെ പുതിയ ക്യാമ്പയിൻ എന്തായാലും വരും. കാരണം ഓൾറെഡി നമ്മുടെ എക്സ്ചേഞ്ചബിൾ ഐറ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം പോവുകയാണ്. അപ്പോൾ പുതിയ
ചാൻസ് ആണ്, എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പുതിയൊരു ടീമും ലൈസൻസിൽ വരാനുണ്ട്. നമ്മുടെ ജുവന്റസോ അല്ല ഡോർമണ്ട് ആയിരിക്കും മിക്കവാറും ടീം ഉണ്ടാവുക. അപ്പോൾ മച്ചാമാരെ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ചെറിയ റൂൾസ് മാത്രമേ ഉള്ളൂ, വേറെ അധികം റൂൾസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഈ വീഡിയോൻ്റെ അറ്റത്ത് തന്നെ കൊടുക്കുക അതിൻ്റെ ഐക്കൺ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. നാളെ നമ്മൾ ലൈവ് ഉണ്ട്, രാവിലെ തൊട്ട് ലൈവാണ്. അപ്പോൾ എല്ലാവരും ഒരു 10 മണിയാകുമ്പോഴത്തേനും വരിക, ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.